ജമ്മു കാശ്മീരിലെ ഡോഡയിലും കുപ്വാരയിലും തെരച്ചിൽ സൈന്യം ശക്തമാക്കിയെന്ന വാർത്ത. ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ കാശ്മീർ ടൈഗേഴ്സ് ഭീകരവാദി സംഘടന എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 3 വർഷത്തിനിടെ നടന്ന ഭീകരാക്രമണങ്ങളിൽ മിക്കതിൻ്റെയും ഉത്തരവാദിത്വം കാശ്മീർ ടൈഗേഴ്സിനാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ആർ രാധാകൃഷ്ണൻ മറ്റു വിവരങ്ങളുമായി നമുക്കിപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് ഈ ഡോഡ, കുപ്വാര ജില്ലകളിൽ നിന്ന് വരുന്ന വാർത്തകൾ? എസ്കെൻ, ഈ രണ്ട് സ്ഥലങ്ങളിലും തിരച്ചിൽ ശക്തമായിട്ട് തുടരുന്നു. ഈ കുപ്വാരയിലും ദോഡയിലും മാത്രമല്ല, ജമ്മുവിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഭ്യമായ വിവരമനുസരിച്ച് ഏതാണ്ട് 10-ലധികം മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ തിരച്ചിൽ നടക്കുന്നുണ്ട്. നുഴഞ്ഞുകയറ്റം പാക് സേനയുടെ സഹായത്തോടുകൂടി ഈ ജമ്മുവിലേക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പാക് സൈന്യത്തിന്റെ പരിശീലനം സിദ്ധിച്ച ഭീകരർ കൂടുതൽ ദിവസം വനത്തിന്റെ ഉൾമേഖലകളിൽ കഴിയാനടക്കം പരിശീലനം ലഭിച്ചിട്ടുള്ള അത്യാധുനിക തോക്കുകൾ ഉപയോഗിക്കാൻ പരിശീലനം ലഭിച്ചിട്ടുള്ള ആയുധങ്ങൾ പാക് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള ഭീകരരാണ് നുഴഞ്ഞു കയറിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം എല്ലായിടങ്ങളിലും ശക്തമായിട്ടുള്ള തെരച്ചിലാണ് നടത്തുന്നത്. സൈന്യത്തിന് ലഭ്യമായ വിവരം അനുസരിച്ച് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരവാദികൾ അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രാദേശികമായിട്ട് രൂപീകരിച്ച കാശ്മീർ ടൈഗേഴ്സ് എന്ന ഭീകരവാദ സംഘടന, അതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ അക്രമങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്നും ഈ സൈന്യത്തിന് രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് വിവരം ലഭിച്ചിരിക്കുന്നു. കാരണം പണ്ട് മറ്റു ചില പേരുകളായിരിക്കും ഈ ജെയ്ഷെ മുഹമ്മദ് അവരുടെ നിഴൽ സംഘടനകൾക്ക് ഇടുക. ആ നിഴൽ സംഘടനകൾക്ക് ഇടുന്ന പേരുകൾക്ക് ഉപരി കാശ്മീർ ടൈഗേഴ്സ് എന്ന പേര് ഉയർത്തിക്കൊണ്ട് അഥവാ അത് പ്രചരിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങൾ അടക്കമുണ്ടാക്കാനായിട്ടുള്ള ലക്ഷ്യമാണ് അവർ മുന്നിൽ വയ്ക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാശ്മീർ ടൈഗേഴ്സ്, മറ്റു പേരുകളൊക്കെ ഇപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 3 വർഷമായിട്ട് കാശ്മീർ ടൈഗേഴ്സ് ആണ് ഈ അക്രമത്തിന്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ഭീകരവാദ സംഘടന എന്ന നിലയിൽ നിലവിലുള്ളത്. ആ ഒരു സാഹചര്യം സൈന്യം വിലയിരുത്തുന്നുണ്ട്. ഏതായാലും വളരെ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് സേനയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് തന്നെ ഈ ഭീകരവാദികളെ കണ്ടെത്താനും നിർമ്മാർജ്ജനം ചെയ്യാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ജമ്മുവിൽ മാത്രമല്ല, കാശ്മീരിന്റെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇന്ന് ശക്തമായിട്ടുള്ള തിരച്ചിലാണ് സേന ലക്ഷ്യമിടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത സൈനിക നേതൃത്വം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ശ്രീനഗറിലാണ് ആ യോഗം ഇന്ന് ചേരുക. അതിനുശേഷം കൂടുതൽ സേനാവിന്യാസം, BSFന്റെ അടക്കമുള്ള സേനാവിന്യാസം ചില മേഖലകളിലേക്ക് ആവശ്യമെങ്കിൽ നടത്താം എന്നൊരു ധാരണയും ഉണ്ടാക്കിയിട്ടുണ്ട്. ITBPയുടെ സംഘത്തെയും വിന്യസിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.